നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 സ്ക്വയർ ഐഡൻറ്റിറ്റീസ് 8ാം ക്ലാസ്സുകാരുടെ മാത്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ. അതിലെ പേജ് നമ്പർ 54-ലെ ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ 4ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്: കമ്പ്യൂട്ട് ദ ഫോളോയിങ് പ്രോഡക്ട്സ് ബൈ റൈറ്റിംഗ് ദം ആസ് ദ ഡിഫറൻസ് ഓഫ് ടു സ്ക്വയേഴ്സ്. എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ രണ്ട് നമ്പറുകളുടെ പ്രൊഡക്റ്റ് കാണാൻ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 4 സെറ്റ് നമുക്ക് കാണണം. ഓക്കെ, ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്. അങ്ങനെ നമ്മൾ 4 സെറ്റ് പ്രൊഡക്റ്റുകൾ കാണാനുണ്ട് നമ്പേഴ്സിൻ്റെ. അപ്പോൾ അതിൽ ആദ്യത്തെ സെറ്റ് നമുക്ക് 78 × 22. അപ്പോൾ ഈ ഒരു സെറ്റ് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റീസിൽ ഏത് ഐഡൻറ്റിറ്റീസാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ ഈ ഐഡൻറ്റിറ്റീസൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റീസ് എഴുതിയിട്ട് നിങ്ങളുടെ വോളിലോ നിങ്ങളുടെ സ്റ്റഡി റൂമിൻ്റെ ടേബിളിൻ്റെ മുന്നിലോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് ഡെയിലി ഈ ഐഡൻറ്റിറ്റീസ് ഇങ്ങനെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് ഈസി ആയിട്ട് ഇതിനെ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് എപ്പോഴും കാണുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുമ്പോൾ നമുക്കതിങ്ങനെ മൈൻഡിൽ പതിഞ്ഞോളും. അപ്പോൾ ഈ ഐഡൻറ്റിറ്റീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഐഡൻറ്റിറ്റീസൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, അത് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ പ്രോബ്ലമൊക്കെ ഈ ഐഡൻറ്റിറ്റിയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പത്തെ എക്സസൈസുകളിൽ, അല്ലേ? ഇനി ഇതും ചെയ്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ ഇത് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പ്രോബ്ലംസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നും നമ്മൾ ഇപ്പോൾ ഈ ഒരു സെറ്റ് പ്രോബ്ലത്തിനും ഇങ്ങനെ പ്രൊഡക്റ്റ് 2 സംഖ്യകളുടെ പ്രൊഡക്റ്റ് കാണാൻ വരുന്നതില്ലേ, അതിന് നമ്മൾ ഈ ഐഡൻറ്റിറ്റി തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. നോക്കിയേ, XY 2 സംഖ്യകളുടെ പ്രോഡക്റ്റ് ആയിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റികൾ നിങ്ങൾ ഒരു കടലാസിൽ നല്ല സ്കെച്ച് പെന്നുകൊണ്ടൊക്കെ എഴുതി വരച്ച് നല്ല ഭംഗിയാക്കി നിങ്ങൾ എവിടെയെങ്കിലും എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത്, അപ്പോൾ കൂടുതലും സ്റ്റഡി ടേബിളിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാനും അതൊന്ന് റിവൈസ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ എല്ലാം നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലെ ഈ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ പ്രോബ്ലം 78 × 22 ആണ്, അല്ലേ? അപ്പോൾ 78 × 22 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 78 × 22. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചെയ്യും? 78നെ നമ്മൾ പറഞ്ഞ ഈ ഐഡൻറ്റിറ്റി വെച്ചിട്ട് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ഈ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, XY = എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇവിടെ എഴുതാം. ഓക്കെ, എന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി? XY = x + y/2 ഹോൾ സ്ക്വയർ മൈനസ് x - y/2 ഹോൾ സ്ക്വയർ, അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 78 കൊടുക്കണം, വൈയുടെ സ്ഥാനത്ത് നമുക്ക് 22 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ ഇവിടെ 78 × 22 എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 78 കൊടുക്കുന്നുണ്ട്, പ്ലസ് വൈയുടെ സ്ഥാനത്ത് 22 / 2 ഹോൾ സ്ക്വയർ. ഇനി അടുത്ത ഈ ടേം എങ്ങനെ എഴുതണം? 78 - 22 / 2 ഹോൾ സ്ക്വയർ. അപ്പോൾ 78ഉം 22ഉം കൂടെ പ്ലസ് ചെയ്ത് എന്ത് വരും? അതൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് 78ഉം 22ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? നമുക്ക് 100 എന്ന് വരും, അല്ലേ? ഇത് 100/2 ഹോൾ സ്ക്വയർ എന്ന് വരും. മൈനസ് ഇനി 78ൽ നിന്ന് 22 മൈനസ് ചെയ്താൽ എത്രയാണ്? 78 - 22 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 56 എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ 56/2 ഹോൾ സ്ക്വയർ ഇങ്ങനെ കിട്ടി. ഇനി 100/2 എന്ന് പറഞ്ഞാൽ 100ൻ്റെ പകുതി, അല്ലേ? അത് എത്രയാണ്? 50. അപ്പോൾ 50ൻ്റെ സ്ക്വയർ മൈനസ് ഇനി ഇതെന്താ? 56ൻ്റെ പകുതി. അപ്പോൾ 56ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 56ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 4 ബാക്കി 1, അല്ലേ? 8 × 2 16, നമുക്ക് 28 എന്ന് കിട്ടും. അപ്പോൾ 28ൻ്റെ സ്ക്വയർ. ഇനി 50യുടെ സ്ക്വയർ കാണാൻ എളുപ്പമാണ്, അല്ലേ? 5 × 5 25 എഴുതിയിട്ട് 2 0 ആഡ് ചെയ്താൽ മതി. മൈനസ് ഇനി 28ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 28 × 28 ചെയ്യാം. 8 8 64 ബാക്കി 6, 8 2 16, 16ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 22. ഇനി 8 2 വീണ്ടും 16 ബാക്കി 1, 2 4 3 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 487 784 എന്ന് കിട്ടും. 784. ഇനി നമുക്ക് ഈ 2500ൽ നിന്ന് നമുക്ക് 784 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് 2500
മൈനസ് 784 അല്ലേ. അപ്പോൾ ഇത് നമുക്കിവിടെ 0 ആണ്. അപ്പോൾ നമ്മൾ ബോറോ ചെയ്യണം അല്ലേ. ഇവിടെ നിന്ന് ബോറോ ചെയ്യുമ്പോൾ ഇത് 4, ഇത് 10 ആവും. ഇത് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇത് 10 ആവും, ഇത് 9 ആവും. മൈനസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊന്നും അല്ലല്ലോ നിങ്ങൾ, 8ാം ക്ലാസ്സിലെ വലിയ കുട്ടികളാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഞാൻ ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്യാം. അപ്പോൾ 4 10 ആവാൻ 6, ഇനി 8 9 ആവാൻ 1, 7 4 4 7 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും ഇവിടുന്ന് നമ്മൾ ബോറോ ചെയ്യണം. അപ്പോൾ ഇത് 1 ആവും, ഇത് 14 ആവും. 7 14 ആവാൻ 7, ബാക്കി ഇവിടെ 1 ഉണ്ട്. അപ്പോൾ അതവിടെ എഴുതാം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1716 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ, അതായത് സ്ക്വയർ അല്ല, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, പ്രൊഡക്റ്റ് 78 × 22 എന്ന് പറയുന്നത് എന്താണ്? 1716 ആണ്. ഓക്കെ. നമ്മുടെ ഈ മെത്തേഡിൽ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതാണ് ശരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ട് ദ ഫോളോയിങ് പ്രൊഡക്റ്റ് ബൈ റൈറ്റിംഗ് ദം ആസ് എ ഡിഫറൻസ് ഓഫ് 2 സ്ക്വയർ. 2 സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കിയിട്ട് എഴുതിയിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് 2 ഡിഫറൻസ് ആക്കിയിട്ട് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി നമ്മളിതിനെ എഴുതുന്നത്. അടുത്ത സെക്കൻഡ് പ്രോബ്ലം 301 × 299, അതായത് 301 × 299. അപ്പോൾ ഇതിനും നമ്മുടെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുക. xy is equal to ഏതാണ്? x പ്ലസ് y ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് x മൈനസ് y ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെ എന്താണ്? 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കിയിട്ടാണ് കാണേണ്ടതെന്ന്. കണ്ടോ? 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് അല്ലേ. അങ്ങനെ കാണാൻ നമ്മൾ ഏത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യേണ്ടത്? ഈ ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യേണ്ടത്. xy is equal to x പ്ലസ് y ബൈ 2 മൈനസ് സ്ക്വയർ മൈനസ് x മൈനസ് y ബൈ 2 ഹോൾ സ്ക്വയർ. ഇനി അപ്പോൾ ഇതെന്താ? ഇത് ഒരു സംഖ്യയുടെ സ്ക്വയറാണ്, ഇതൊരു സംഖ്യയുടെ സ്ക്വയറാണ്. അപ്പോൾ അവരുടെ ഡിഫറൻസുകൾ അല്ലേ, ഡിഫറൻസ് ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ 301 × 299 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 301 എന്ന് പറയുന്നത് x ആണ്, 299 എന്ന് പറയുന്നത് y ആണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു എക്സിൻ്റെ അവിടെയൊക്കെ 301 കൊടുക്കുക, വൈയുടെ അവിടെയൊക്കെ 299 കൊടുക്കുക. അത്രയേ ഉള്ളൂ. ബാക്കി സ്റ്റെപ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് പ്ലസും മൈനസും ഇൻറ്റും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാറിയാവുന്നതാണ്. അത്രയേ ഇതിൽ ചെയ്യാനുള്ളൂ. ആകെ കൂടെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഐഡൻറ്റിറ്റി എഴുതണം, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ട ഐഡൻറ്റിറ്റി. ഇത്രയൊക്കെയാണ് നമ്മളിതിൽ മെയിനായിട്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ഓർക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 2 നമ്പറുകളുടെ പ്രൊഡക്റ്റുകൾ തന്നിട്ട് 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മ വരണം. ഓക്കെ. ഇനി ഇതിൽ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എക്സിന് പകരം 301 കൊടുത്തു, പ്ലസ് വൈക്ക് പകരം 299 കൊടുത്തു, ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ ടേം എഴുതി. ഇനി അടുത്ത് ഈ ടേം എങ്ങനെ എഴുതും? ഈ മൈനസ് ഇവിടെ തന്നെ ഇടാം. ഇനി ഇവിടുത്തെ എക്സ് സെയിം തന്നെ അല്ലേ, ഇവിടെ മൈനസ് ആവുന്നു മാത്രം, മൈനസ് 299 ബൈ 2 ഹോൾ സ്ക്വയർ. ഓക്കെ. അപ്പോൾ നമ്മൾ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് പോലെ നമ്മൾ ഈ നമ്പറിനെ എഴുതി. ഇനി ഇതിനെ നമ്മളൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ നമുക്ക് എന്ത് ചെയ്യാം? 301 പ്ലസ് 299 അല്ലേ. 301 299 നമ്മൾ ആഡ് ചെയ്ത് എന്താ കിട്ടുക? 9 + 1 10, ബാക്കി ഇവിടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ വീണ്ടും 10, ഇതിവിടെ ആഡ് ചെയ്യുമ്പോൾ 3 4 5 6 അല്ലേ, 600 എന്ന് കിട്ടും. ഇത് നമുക്ക് എന്ത് കിട്ടി? 600 ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. മൈനസ് ഇതിനെന്ത് ചെയ്യാം? ഇനി 301 മൈനസ് ചെയ്യണം അല്ലേ, ഇത് 299. ഓക്കെ. 2-3 ചെയ്യുമ്പോൾ നിങ്ങളിത് സ്പീഡാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സ്റ്റെപ്പിലാണ് നമ്മൾ ജസ്റ്റ് നമ്പറുകൾ മാത്രമേ ഇവിടെ മാറുന്നുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, 1 ചെറിയ നമ്പറാണ്. ചെറിയ നമ്പർ നമുക്ക് വലിയ നമ്പർ മൈനസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും കൊണ്ടുപോയിട്ട് 9 1 മൈനസ് ചെയ്ത് 8 എന്ന് എഴുതി വയ്ക്കും ഇവിടെ. അത് ഇപ്പോഴുള്ള പ്രോബ്ലംസ് ആണ് അല്ലേ നിങ്ങൾക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? ബോറോ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ചെറിയ നമ്പറാണ് മുകളിലെങ്കിൽ നമ്മളെപ്പോഴും ബോറോ ചെയ്യണം. അപ്പോൾ ഇവിടെ ബോറോ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ആരുമില്ല. അപ്പോൾ നമ്മൾ ഇയാളുടെ നിന്ന് ബോറോ ചെയ്യും. അപ്പോൾ ഇയാൾ 3 ആയിരുന്നു, ഇപ്പോൾ ബോറോ ചെയ്തപ്പോൾ ഇതൊന്ന് ബോറോ ചെയ്തപ്പോൾ ഇത് 10 ആയി, ഇത് 2 ആയി. ഇനി ഇയാൾക്ക് ഇവിടെ നിന്ന് കൊടുക്കണം അല്ലേ. അപ്പോൾ ഈ 10 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇത് 11 ആവും, ഇത് 9 ആവും അല്ലേ. അപ്പോൾ ഇത് 1 ആയതുകൊണ്ട് ഇത് 11 ആയി, ഇതെന്ന് ഒരെണ്ണം കൊടുത്ത കാരണം 10 9 ആയി, 3 ഇങ്ങോട്ട് കൊടുത്ത കാരണം അത് 2 ആയി. അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസൊക്കെ കണ്ടിട്ട് മൈനസ് ചെയ്യാനൊക്കെ പഠിക്കുക. മൈനസ് ചെയ്യാനൊന്നും ഇനി പഠിക്കേണ്ട ആവശ്യം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മൈനസൊക്കെ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് ഈ ബോറോ ചെയ്യുന്നതൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ. ഇനി 11 9 പോയി എത്രയാണ്? 2 അല്ലേ.
ഇനി 9 9 പോയാൽ 0, 2 2 പോയാലും 0. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ 2, ഇത് 301 299 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. ബൈ 2 അങ്ങനെ തന്നെ ഇടുക. ഇനി ഇതിനൊരു സ്ക്വയർ ഉണ്ടല്ലേ, അതവിടെ കൊടുക്കാം. ഇനി 600നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 300. 600/2 300 ആണ്. അതിൻ്റെ സ്ക്വയർ മൈനസ് 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? ഏത് നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ്. ഇനി അതിൻ്റെ സ്ക്വയർ, അപ്പോൾ 300ൻ്റെ സ്ക്വയർ അതുപോലെ തന്നെ മൈനസ് 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ ആക്ച്വലി ഇത് ഇങ്ങനെ എഴുതാനേ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതണം. ഓക്കെ, അപ്പോൾ ഇതാണ് 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കിയിട്ട് നമുക്ക് ഈ നമ്പറിനെ എഴുതാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉത്തരം ചെയ്തിടാം. 300ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഈ നമ്പറിൻ്റെ സ്ക്വയർ കാണാം. 3യുടെ സ്ക്വയർ 9. ഇവിടെ എത്ര പൂജ്യം ഉണ്ടോ അതിൻ്റെ ഇരട്ടി പൂജ്യം നമ്മൾ ആൻസറിൽ വരും. ഇവിടെ ഇപ്പോൾ 2 ആണെങ്കിൽ ആൻസറിൽ നമുക്ക് 4 പൂജ്യം വരും. ഓക്കെ, ഇവിടെ ഒരെണ്ണാണെങ്കിൽ ഇവിടെ 2 വരും. ഇവിടെ 2 പൂജ്യം ഉണ്ടെങ്കിൽ ഇവിടെ 4 പൂജ്യം വരും. അങ്ങനെ മൈനസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ അല്ലേ? അപ്പോൾ ഇത് നമുക്കറിയാം 90,000 അല്ലേ? 90,000 നിന്ന് ഒരു 1 പോയാൽ എത്രയാണ് വരിക? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്താ വരിക? ഇവിടെയൊക്കെ 9 ആവും, ഇവിടെ 8 ആവും അല്ലേ? അപ്പോൾ 9 9 9 9 8 എന്ന് വരും. ഓക്കെ, അതായത് നമുക്കറിയാം 90,000 നിന്ന് 1 പോയാൽ 89,999 ആയിരിക്കും. ഇനി ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളോട് സാധാരണ ഇങ്ങനത്തെ നമ്പേഴ്സ് ഒന്നും നമ്മൾ മൈനസ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടുന്ന് ബോറോ ചെയ്തത് എന്തായാലും 8 ആവും. ബാക്കി ഇതെല്ലാം എന്താകും? 9 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ഈ അല്ല, ഇത് മാത്രം 10 ആവും. ഇനി 1 10 ആവാൻ 9 ആണെന്നറിയാം. ബാക്കി 9s ഒക്കെ ഇതുപോലെ ഇങ്ങനെ താഴേക്ക് വരും. ഇവിടെ ഒരു 8 വരും. കണ്ടോ? 89,999. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ, ഇങ്ങനത്തെ ചെറിയ ചെറിയ നമ്പേഴ്സ് വരുമ്പോൾ നിങ്ങൾ സ്വയം മൈൻഡിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് വേഗം നമുക്ക് നമ്പറുകളായിട്ട് വളരെയധികം കോൺടാക്റ്റ് വരുമ്പോൾ നമുക്കിതൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 89,999 കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇതിൽ നെക്സ്റ്റ് പ്രോബ്ലം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, തേർഡ് പ്രോബ്ലം എന്താണ് അവർ തന്നിരിക്കുന്നത്? തേർഡ് പ്രോബ്ലം 2/1/3 ഇൻറ്റു 1 and 2/3. അപ്പോൾ ഈ മിക്സഡ് ഫ്രാക്ഷൻ കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി? സാധാ പോലെ തന്നെ ചെയ്യാൻ പറ്റും. മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. ഇതിന് എക്സ്, ഇത് വൈ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ടേമിൽ ഈ ഒരു നമ്പർ കൊടുക്കുക, വൈക്ക് നമ്മൾ ഇത് കൊടുക്കും. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റി എഴുതാം. ഇപ്പോൾ നിങ്ങളിവിടെ മിക്സഡ് ഫ്രാക്ഷന് 2 and 1/3 അല്ലേ? അതിന് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനൊക്കെ എന്താ ചെയ്യാറ്? ഈ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യും, അതിൻ്റെ കൂടെ ഈ മുകളിലത്തെ നമ്പർ ആഡ് ചെയ്യും അല്ലേ? അപ്പോൾ 3 × 2 6, 6ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 7. അപ്പോൾ 7/3 എന്ന് വരും ഇതിൻ്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ വലിയ നമ്പർ, അടിയിൽ ചെറിയ നമ്പർ, അങ്ങനെയല്ലേ? അതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കേട്ടോ. ഇനി ഇതിനെ നമുക്കതുപോലെ എഴുതാം. ഇതിനെ 1 and 2/3. ആദ്യം എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഈ അടിയിൽ 3യും ഈ 1ഉം കൂടെ ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ 3 എന്ന് കിട്ടും അല്ലേ? അതിൻ്റെ കൂടെ ഈ 2 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 + 2 5, 5/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 നമ്പറുകളെയാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 7/3 ഇൻറ്റു 5/3 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഇക്വേഷൻ x + y/2 ഹോൾ സ്ക്വയർ മൈനസ് x - y/2 ഹോൾ സ്ക്വയർ എന്നല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. എക്സിൻ്റെ അവിടെയൊക്കെ നമ്മൾ 7/3 കൊടുക്കുക, വൈയുടെ അവിടെയൊക്കെ നമ്മൾ 5/3 കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എക്സിൻ്റെ അവിടെ ഞാൻ 7/3 പ്ലസ് വൈയുടെ അവിടെ 5/3. ഇത് ഹോൾ ബൈ 2 ആണ് കേട്ടോ. ഇനി ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി ഈ സൈഡിൽ 7/3 മൈനസ് 5/3/2 ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ വരും നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്കിതിൽ സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? നമുക്കറിയാമല്ലോ, ഇത് നോക്കിയേ, മുകളിൽ രണ്ടും ഡിനോമിനേറ്റർ 3 ആണ് അല്ലേ? അപ്പോൾ രണ്ടും സെയിം ഡിനോമിനേറ്റർ വന്നാൽ മുകളിലത്തെ സംഖ്യകൾ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് അതേ ഡിനോമിനേറ്റർ കൊടുത്താൽ മതി അല്ലേ? നമ്മൾ ഫ്രാക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിലൊന്നും വലിയ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അറിയാം അല്ലേ? അതേ നോക്കിയേ, 7/3 പ്ലസ് 5/3 നമ്മളിങ്ങനെ ചെയ്യാറ്. അടിയിൽ സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ അതേ ഡിനോമിനേറ്റർ ഇവിടെ എഴുതുന്നു, മുകളിലത്തെ നമ്പറുകൾ പ്ലസ് ചെയ്യുന്നു. അപ്പോൾ 5ഉം 7ഉം കൂടെ പ്ലസ് ചെയ്താൽ 12. അപ്പോൾ ഈ ഒരു ടേം മൊത്തം നമുക്ക് എന്ത് കിട്ടി? 12/3. ഇനി ആരുണ്ട് അടിയിൽ? ഒരു /2 ഉണ്ടല്ലേ? /2 അവിടെ തന്നെ ഇടാം. ഇനി ഹോൾ സ്ക്വയർ അല്ലേ? ഇനി ഇവിടെയോ? ഇവിടെ രണ്ടും
ഡിനോമിനേറ്റർ സെയിം ആണ്, പക്ഷേ ഇവിടെ ചിഹ്നം മൈനസ്, അപ്പോൾ മൈനസ് ചെയ്താൽ മതി. അതായത് 7/3 മൈനസ് 5/3 എന്ന് പറയുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണല്ലേ, അപ്പോൾ അതേ ഡിനോമിനേറ്റർ ഇവിടെ ഇട്ടാൽ മതി. മോളിൽ എന്ത് ചെയ്യുക, ഇവിടെ മൈനസാണ്, അപ്പോൾ 7 5 കുറയ്ക്കണം. അപ്പോൾ 7 മൈനസ് 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2. അപ്പോൾ ഈ ടേം എന്ത് കിട്ടി, 2/3 എന്ന് കിട്ടി. ഈ ടേം /2 അവിടെ തന്നെ ഉണ്ട്, അതവിടെ ഞാൻ ഇട്ട് കൊടുത്തു, ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇത്രയും വരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ 12/3 അല്ലേ, 12/3 ഇവിടെ നമ്മൾ 2 മാത്രമേ ഉള്ളൂ. 2 ഇങ്ങനെ ഇട്ട് അതിൻ്റെ അടിയിൽ ഒരു 1 ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ബൈ ആയതുകൊണ്ട് അതിനെ റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കാം. അപ്പോൾ ഇവിടെ ഇൻറ്റു ഇവിടെ 2/1 അല്ലേ, അത് ഇവിടെ മുകളിലേക്ക് കയറി വരുമ്പോൾ എന്താവും, 1/2 എന്നാവും. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ഇവിടെ ശ്രദ്ധിച്ചേ, 12/3 ഇനി അടിയിൽ എന്താ ഉള്ളത്, ഒരു /2 അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്പേഴ്സിൽ ഈ 12/3 അത് ഒരു സെറ്റാണല്ലേ, പക്ഷേ ഇയാൾ ബൈ ഇവിടെ ഉണ്ട്, ഇയാളുടെയോ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളൊരു ഏത് സംഖ്യയുടെ അടിയിൽ ഒരു /1 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 12/3 ഇവിടെ 2/1. അപ്പോൾ ഈ ബൈ മാറ്റിയിട്ട് നമുക്ക് എന്താക്കണം, ഇൻറ്റു ആക്കണം. അപ്പോൾ നമ്മൾ ഒരു മാറ്റം മാത്രമേ ചെയ്യണ്ടൂ. ഈ മുകളിലത്തെ നമ്പർ ന്യൂമറേറ്റർ അതുപോലെ തന്നെ എഴുതാം. ഈ ബൈനെ മാറ്റി ഞാൻ ഇൻറ്റു ആക്കി. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഈ നമ്പർ നേരെ റിവേഴ്സ് ആവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിപ്രോക്കൽ. ഇവിടെ 2/1 ആണെങ്കിൽ അത് 1/2 എന്നാവും. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 12 × 1 എന്ത് കിട്ടും, 12 × 1 നമുക്ക് എന്ത് കിട്ടും, 12 തന്നെ കിട്ടും അല്ലേ. 3 × 2 എത്ര കിട്ടും, 6 എന്ന് കിട്ടും. അപ്പോൾ ഇതിന് ഈ ടേമിൽ നമുക്ക് എന്ത് എഴുതാം, ഇങ്ങനെ എഴുതാം അല്ലേ. ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനെയും ചെയ്തൂടെ. ഇതിനെങ്ങനെ ചെയ്യാം, ഇതെന്താവും 2/3, ഈ 2 ഇവിടെ 2/1 ഉണ്ട് അല്ലേ, അത് ഇൻറ്റു ആയിട്ട് റെസിപ്രോക്കലായിട്ട് 1/2 എന്ന് ഇവിടെയും വരും. ഓക്കെ, ഇതിനൊക്കെ ഒരു സ്ക്വയർ ഉണ്ട്, അതവിടെ എഴുതണം, മറന്നു പോകരുത്. അപ്പോൾ 12 × 1 നമുക്ക് 12 തന്നെ എഴുതാം, 3 × 2 നമുക്ക് 6 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതി, ഒന്നുമില്ല. നമ്മളിവിടെ എന്ത് ചെയ്തു, മുകളിലത്തെ ന്യൂമറേറ്ററുകൾ ഇൻറ്റു ചെയ്തു, ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്തു, അത്രേ ഇവിടെ ചെയ്തുള്ളൂ. ഇവിടെ അതുപോലെ തന്നെ ന്യൂമറേറ്ററുകൾ ഇൻറ്റു ചെയ്തു, ഡിനോമിനേറ്ററുകൾ ഇൻറ്റു ചെയ്തു. അപ്പോൾ 2 × 1 2, 3 × 2 6 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ സ്ക്വയർ ആക്കി എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്കറിയാം 12/6 എത്രയാണ്, 2 ആണല്ലേ. അപ്പോൾ 2ൻ്റെ സ്ക്വയർ മൈനസ് 2/6 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 2/6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 1/3 ആണല്ലേ, 1/3യുടെ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇത് മനസ്സിലായില്ലേ എങ്ങനെ 1/3 വന്നതെന്ന്. രണ്ടിലും വരുന്നത് ഏതാ, 2ൻ്റെ ടേബിൾ. 2ൻ്റെ ടേബിളിൽ 2 ഒരു വട്ടം, 6 3 വട്ടം, അങ്ങനെയാണ് നമുക്കിവിടെ 1/3 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2² മൈനസ് 1/3 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇത് ഇപ്പോൾ നമ്മൾ ഈ നമ്പറിനെ നമുക്ക് തന്നിരിക്കുന്ന 301 301 × 299 എന്ന് പറയുന്ന 2 നമ്പറുകളുടെ പ്രൊഡക്റ്റിനെ നമ്മൾ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കി എഴുതി. അപ്പോൾ ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കൂടെ കണ്ടുവയ്ക്കാം. 2ൻ്റെ സ്ക്വയർ എത്രയാണ്, 4. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ കാണും, 3യുടെ സ്ക്വയർ കാണും. അപ്പോൾ നമുക്ക് 1/1ൻ്റെ സ്ക്വയർ 1 തന്നെ, 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ 4 മൈനസ് 1/9 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ നമ്പർ വരുമ്പോൾ നമ്മളിങ്ങനെ സ്ക്വയർ മൈനസ് ചെയ്യാം. ഇവിടെ ഒരു 1 ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞു ഏത് നമ്പറിൻ്റെ അടിയിലും ഒരു 1 ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ നമുക്ക് 9 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ 1 അല്ലേ ഉള്ളൂ, അപ്പോൾ ഈ 4നെ 9 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇനി -1, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റെപ്പാണ്, നമ്മൾ ഫ്രാക്ഷൻ പഠിച്ചപ്പോൾ പഠിച്ച സ്റ്റെപ്പുകളാണ്. അതായത് 1 × 9 9 നമ്മൾ ഡിനോമിനേറ്റർ എടുത്തു. അപ്പോൾ ഇവിടെ 1 ഉള്ളൂ, അപ്പോൾ ഈ ഭാഗത്തിന് ഇൻറ്റു 9 ചെയ്തു, ഇവിടെ ഇൻറ്റു 9 ചെയ്യണം. അപ്പോൾ 4 × 9, ഇവിടെ ഓൾറെഡി 9 ഉണ്ട്, അപ്പോൾ നമ്മളിവിടെ ഇൻറ്റു 1 മുകളിൽ ഇൻറ്റു 1 ചെയ്താൽ മതി. അങ്ങനെയാണ് ഇവിടെ 1 വന്നത്. ഓക്കെ, ഇവിടെ 4 × 9 വന്നത്, പിന്നെ ഡിനോമിനേറ്റർ 9 ആണ് കിട്ടുന്നത്. അപ്പോൾ 4 × 9 എത്രയാണ്, 36 അല്ലേ. ഇനി -1/9, അതായത് 36 - 1/9 എന്ന് പറഞ്ഞാൽ 35/9 ആണ് അല്ലേ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഫോർത്ത് വൺ 10.7 × 9.3. ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ കാണണം. അതിനെ നമ്മൾ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കി എഴുതാം. അപ്പോൾ വീണ്ടും നമ്മുടെ ഇക്വേഷൻ മറന്നു പോയിട്ടില്ലല്ലോ നിങ്ങൾ, ഒന്നും കൂടെ നമുക്ക് എഴുതാം അല്ലേ. ഇക്വേഷൻ അല്ലെങ്കിൽ മറന്നു പോകും. xy = x + y/2 ഹോൾ സ്ക്വയർ മൈനസ് ആണ് x - y/2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇക്വേഷൻ നമ്മൾ മറക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ ഇത് കണ്ടിട്ട് എഴുതിച്ചാലും പിന്നെ ഇത് ചെയ്ത് പഠിക്കുമ്പോൾ വീണ്ടും നമ്മൾ ആ ഇക്വേഷൻ എഴുതിയിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അല്ലാതെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇപ്പോൾ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഓർമ്മയുണ്ടാവും. പക്ഷേ പരീക്ഷാ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരണമെങ്കിൽ, മൈൻഡിൽ ഓർമ്മ വരണമെങ്കിൽ നമ്മൾ ഓരോ വട്ടവും ചെയ്യുമ്പോൾ ഇക്വേഷൻസ് എഴുതി തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. എക്സിൻ്റെ അവിടെ നമുക്ക് എന്താ 10.7 ഇൻറ്റു വൈയുടെ അവിടെ 9.3. അപ്പോൾ നമ്മുടെ എക്സ്
ഇത് നമ്മുടെ y. ഇനി ഈക്വേഷനിലല്ലേ കൊടുക്കണ്ടേ, എക്സിൻ്റെ അവിടെ നമ്മൾ 10.7 കൊടുത്തു, പ്ലസ് വൈയുടെ അവിടെ ഏത് കൊടുക്കണം, 9.3 കൊടുത്തു. ബൈ ആരുണ്ട് ഇവിടെ, 2 ഉണ്ട്, അതങ്ങനെ തന്നെ ഇടാം. ഇനി ഓൾ സ്ക്വയർ, ഇനി മൈനസ് എക്സിൻ്റെ അവിടെ വീണ്ടും 10.7, ഇനി ഇവിടെ മൈനസ് ആണ്, മൈനസ് ഇട്ടു, അതായത് ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. ഇനി 9.3 ഓൾ ബൈ 2 ഓൾ സ്ക്വയർ അല്ലേ, ഹോൾ സ്ക്വയർ നമ്മൾ ഇട്ടു. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്ന നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സോൾവ് ചെയ്യണം. സിമ്പിളല്ലേ, ഇതാ 10.7 പ്ലസ് 9.3, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യാണ് വേണ്ടത് അല്ലേ. അപ്പോൾ 10.7 പ്ലസ് 9.3, 9 ഇവിടെയാണ് ഇടേണ്ടത്, 3 ഇവിടെ. തെറ്റിയിട്ട് കുറേ കുട്ടികൾ ഡെസിമൽ ചെയ്യുമ്പോൾ പൊസിഷൻ നോക്കാതെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് പ്ലസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഉത്തരമൊക്കെ തെറ്റും. ഓക്കെ, നമ്മൾ എന്താണ് ഡെസിമലുള്ള ഭാഗം ഇപ്പുറത്തും പിന്നെ റിയൽ നമ്പറായിട്ടുള്ള ഭാഗം നമ്മൾ ഇവിടെ ഈ സൈഡിലുമാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി 7ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്, 10 അല്ലേ. അപ്പോൾ ആഡിങ് ഒക്കെ സാധാ പോലെ 7ഉം 3 ആഡ് ചെയ്യുമ്പോൾ 10 ആണ്. ആ 0 ഇവിടെ കൊടുക്കും, ബാക്കിയുള്ള 1 നമ്മൾ ഇവിടെ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഈ പോയിന്റ് ഇവിടെ തന്നെ ഇടണം കേട്ടല്ലോ. ഇനി 1 + 0 0 തന്നെ, 1 + 0 1 തന്നെ. 1ൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ വീണ്ടും 10 കിട്ടും അല്ലേ. അപ്പോൾ ആ 0 ഇവിടെ കൊടുക്കുക, ബാക്കി നമ്മുടെ 1 ഇവിടെ കൊടുക്കുക. ഇനി ഈ 1 ആഡ് ചെയ്യുമ്പോൾ എത്രയായി, 2. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, 20 എന്ന് കിട്ടി. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ നമുക്ക് മൈൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കിയാൽ 10.7 അതിൻ്റെ കൂടെ ഒരു 0.3 വരുമ്പോൾ തന്നെ അത് എന്തായി, 11 ആയി. പിന്നെ ഒരു 9 അല്ലേ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ 20, 11 + 9 20. ഇങ്ങനെ മൈൻഡിൽ നമുക്ക് ഈസി ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മൈൻഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. കുറേ നമ്പറുകളും പോയിന്റുകളും നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് സ്പീഡിൽ ചെയ്ത് നമ്മൾ തെറ്റിക്കരുത്. അപ്പോൾ പോയിൻ്റൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സൈഡിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് എന്താണ്, ഇത് ഇവിടെ എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, = 20/2. ഇത് ചെയ്തപ്പോൾ നമുക്ക് 20 കിട്ടി, അതവിടെ കൊടുത്തു. ഇനി /2 അവിടെ ഉണ്ട്, ഇനി ഒരു സ്ക്വയറും അവിടെ ഉണ്ട്, അതവിടെ ഇട്ടു. ഇനി മൈനസ്, ഇവിടെ മൈനസ് അല്ലേ, ആ മൈനസ് ഇവിടെ ഇട്ടു. ഇനി 10.7 മൈനസ് 9.3, അടുത്ത് ഇവിടെ പ്ലസ്സാണ് ചെയ്തെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം, 10.7 9.3 പൊസിഷനൊന്നും മാറ്റില്ല, മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ 7 3 മൈനസ് ചെയ്ത് എത്ര കിട്ടും, 4 കിട്ടും അല്ലേ. ഇനി 9ൻ്റെ 0 9 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങോട്ട് ബോറോ ചെയ്യുമ്പോൾ അത് ഇവിടെ 10 ആവും. ഇപ്പോൾ ഓൾറെഡി അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ 9 10 ആവാൻ 1 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1.4 എന്ന് കിട്ടി. അപ്പോൾ 1.4 നമുക്ക് മൈനസ് ചെയ്തപ്പോൾ കിട്ടിയല്ലോ, അതിവിടെ എഴുതാം. 1.4/2 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ ഇതുപോലെ എഴുതി. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, 20/2 എത്രയാണ് അറിയാലോ, 10 അല്ലേ, അതായത് 20ൻ്റെ പകുതി 10. ഇനി അതിൻ്റെ സ്ക്വയർ മൈനസ് ഈ 1.4ൻ്റെ പകുതി എത്രയാണ്, 1.4ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 14ൻ്റെ പകുതി എത്രയാണ്, അതായത് 40, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് ഞാനിതിനെ 1.4നെ ഞാൻ ഈ ഡെസിമൽ കളയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ പോവാം. നമുക്കിവിടെ 1.4/2 എന്നല്ലേ കിടക്കുന്നത്. ഇവിടെ ഞാൻ 10 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ്, ഇവിടെ ഞാൻ 10 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ്. അപ്പോൾ സംഖ്യയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ, ഇല്ല. കാരണം നമ്മൾ മുകളിലും 10 കൊണ്ട് അടിയിലും 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഈ 10 ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. അതുകൊണ്ട് ഈ സംഖ്യയ്ക്ക് മാറ്റമൊന്നും വരില്ല. പക്ഷേ ഈ സംഖ്യനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1.4നെ ഇൻറ്റു 10 ചെയ്യുമ്പോൾ ഈ പോയിൻ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്തിട്ട് ഇത് 14 എന്നാവും അല്ലേ, ബൈ 2 × 10 20 ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 14/20 എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, 14/20 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 10 ഹോൾ സ്ക്വയർ മൈനസ്, ഇനി 14/20 വേണമെങ്കിൽ ചെറുതാക്കി എഴുതാമല്ലോ. 2ൻ്റെ ടേബിളിലുണ്ട് രണ്ടും അല്ലേ. 2ൻ്റെ ടേബിളിൽ 14 7 ടൈംസും 20 10 ടൈംസും ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി 10ൻ്റെ സ്ക്വയർ എത്രയാണ്, 100 മൈനസ് 7ൻ്റെ സ്ക്വയറും 10ൻ്റെ സ്ക്വയറും കാണണമല്ലേ, അത് കാരണം ഇത് ഹോൾ സ്ക്വയറാണ്. 7ൻ്റെ സ്ക്വയർ 49, 10ൻ്റെ സ്ക്വയർ എത്രയാണ്, 100 അല്ലേ. അപ്പോൾ ഇവിടെ /1 ഉണ്ടല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സാണ്. അപ്പോൾ ഇവിടെ LCM നമ്മൾ എന്തെടുക്കും, ഈ 100 എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 100 ഉണ്ട് അല്ലേ, ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് 100 ആണ് LCM എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 100 ഇല്ല, അപ്പോൾ ഇവിടെ നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം, അതേപോലെ മുകളിലും 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 100 × 100 എത്രയാവും, എത്രയാണ്, 10,000 അല്ലേ. അപ്പോൾ 10 ഇത് ചെയ്യാനൊന്നുമില്ല, 1 × 1 1, ബാക്കി 4 പൂജ്യങ്ങൾ അങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ഇനി മൈനസ് 49 × വല്ലതും ചെയ്യണോ, വേണ്ട. ഇവിടെ ഓൾറെഡി 100 ഡിനോമിനേറ്റർ ഉള്ള കാരണം ഇവിടെ 1 കൊണ്ടും ഇവിടെ 1 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് നിങ്ങൾ ഡിനോമിനേറ്റർ എടുക്കാനൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ.
ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതായത് ഇവിടെ താഴെ നമുക്ക് 100 ആണ് എടുക്കണമെങ്കിൽ ഇവിടെ 1ൻ്റെ കൂടെ ഇവിടെ 100 ഇല്ലല്ലോ, അപ്പോൾ ഇവിടെ മുകളിൽ ഇൻറ്റു 100 കൊടുക്കണം. ഇവിടെ 100 ഉള്ള കാരണം ഇവിടെ ഒന്നും കൊടുക്കണ്ട, അതേ നമ്പർ വരും. അപ്പോൾ ഇവിടെ 49 തന്നെ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 10,000 നിന്ന് ഈ 49 മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ 10,000 നിന്ന് 49 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 10,000 അല്ലേ? ഇതിന്ന് നമ്മൾ 49 മൈനസ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ബോറോ ചെയ്യണമല്ലോ. ഇതാ ഇവിടെ ഒന്നുമില്ല, അപ്പോൾ ഇവിടെ നിന്ന് വേണം ബോറോ ചെയ്യാൻ. അങ്ങനെ ഇവിടെയൊക്കെ 0 ആണ്. അപ്പോൾ ഇത് ബോറോ ചെയ്തു, അപ്പോൾ ഇത് 10 ആവും, പക്ഷേ ഇങ്ങോട്ട് ഒരെണ്ണം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് 9 ആവും. അപ്പോൾ ഇയാൾ 10 ആയി, പക്ഷേ ഇങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഇയാൾ 10 ആവും, ഇത് 9 ആവും, ഇയാൾ 10 ആവും, പക്ഷേ ഇയാൾക്ക് ഇവിടേക്ക് കൊടുക്കണം. അപ്പോൾ ഇയാൾ 9 ആവും, ഇവിടെ 10 ആവും. ഓക്കെ, അതായത് ഓരോ നമ്പർ ഇവിടുന്ന് ബോറോ ചെയ്താലും അത് അപ്പുറത്തെ ആൾക്ക് കൊടുക്കേണ്ടി വരുന്ന കാരണം ഇവരൊക്കെ 9 ആവും, ലാസ്റ്റത്തെ നമ്പർ 10 ആവും അല്ലേ? ഇനി 9 10 ആവാൻ 1 എന്ന് വെച്ചാൽ 10ൽ നിന്ന് നമ്മൾ 9 മൈനസ് ചെയ്താൽ 1 കിട്ടും. അടുത്തത് 9ൽ നിന്ന് 4 മൈനസ് ചെയ്യണം അല്ലേ? 9ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 5 കിട്ടും. അടുത്തത് 9 ഇവിടെ ഒന്നുമില്ല, 0 കിടക്കുന്നത്. അപ്പോൾ 9ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ 9 തന്നെ. ഈ 9ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ 9 തന്നെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് 9 9 5 1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 9 9 5 1 ബൈ ആരുണ്ട്? ഈ 100 ഉണ്ട് അല്ലേ? ബൈ 100 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ബൈ പോയിൻ്റ് ഉള്ള നമ്പർ കൊണ്ട് 0 ഉള്ള നമ്പറുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വന്നാൽ നമ്മൾ ആ നമ്പറിൽ എത്ര 0 ഉണ്ട് നോക്കാം. എത്ര 0 ഉണ്ട് ഇവിടെ? ബൈയിൽ നമ്മുടെ 100ൽ 2 0 അല്ലേ? അപ്പോൾ ഇവിടെ ഡിവിഷൻ ആണോ നോക്കാം. ഡിവിഷൻ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ സംഖ്യയ്ക്ക് പോയിൻ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഇവിടെ നിന്ന് ബാക്കിലോട്ട് 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിൻ്റ് കൊടുക്കുക. അതായത് ഇവിടെ നമ്മുടെ നമ്പർ ഇതല്ലേ, അപ്പോൾ ഇവിടെ 2 0 അല്ലേ, അപ്പോൾ നമ്മുടെ നമ്പർ ഇതാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോയിൻ്റ് 1 കഴിഞ്ഞ് 5 കഴിഞ്ഞ് ഇവിടെ വരും, അതായത് 99.51. മനസ്സിലായോ? ഇനി ഇൻറ്റു ആണെങ്കിലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇൻറ്റു ആണെങ്കിൽ ഇതേ പോയിൻറ്റുകൾ തന്നെ ആ നമ്പർ അത്രയും റൈറ്റിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതേ നമ്പറിൻ്റെ ഇൻറ്റു ഞാൻ കാണിച്ചു തരാം. 9951 ഇൻറ്റു 100 വന്നു എന്ന് വെച്ചോ നിങ്ങൾ. അപ്പോൾ നമ്മൾ എത്ര 0 ഉണ്ടെന്ന് നോക്കാം? 2 0. അപ്പോൾ നമ്മുടെ നമ്പർ ഇവിടെ ആദ്യം എഴുതി വയ്ക്കുക. എന്നിട്ട് ഇവിടെയാണല്ലോ നമ്മുടെ ഇത് കിടക്കുന്നത്, ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോയിൻ്റ് കിടക്കുന്നത് വയ്ക്കാം. ഓക്കെ, ഒരു പോയിൻ്റ് ഉള്ള നമ്പറാണെന്ന് വിചാരിച്ചു. അതിന് ഇൻറ്റു 100 ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെയല്ല നമ്മുടെ പോയിൻ്റ് എടുക്കുന്നത്, അത് 2 0 അല്ലേ ഉള്ളത്. അപ്പോൾ 2 സ്ഥാനം റൈറ്റിലോട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ വരും ലാസ്റ്റ് പോയിൻ്റ്, അതായത് 9951 എന്ന് വരും. മനസ്സിലായോ? ഒരു പോയിൻ്റ് ഉള്ള നമ്പറിനെ ചെയ്യുമ്പോൾ. പോയിൻ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, 9951 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9951, പിന്നെ അറ്റത്ത് 2 0 ആഡ് ചെയ്യൂല്ലേ. പോയിൻ്റ് ഉള്ള നമ്പറുകൾക്ക് ഇതുപോലെ ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പോയിൻ്റ് ഉള്ള നമ്പറാണെങ്കിൽ നമ്മൾ എത്ര 0 ഉണ്ട് നമുക്ക് ഇൻറ്റു ചെയ്യാനുള്ള നമ്പറിൽ നോക്കിയിട്ട് അത്രയും പോയിൻറ്റിനെ നമ്മൾ എങ്ങോട്ട് ചെയ്താൽ മതി? റൈറ്റിലേക്ക് നീക്കിയാൽ മതി. ഇനി ഡിവിഷൻ ആണെങ്കിൽ എത്ര 0 ഉണ്ടോ അത്രയും നമ്പർ കൗണ്ട് ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് നീക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് നീക്കി പോയിൻ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 99.51 കിട്ടി. ആക്ച്വലി നമുക്ക് ഈ സ്റ്റെപ്പ് വരെയാണ് അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, അതായത് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കി എഴുതാനായിട്ട്. നമ്മളതിൻ്റെ ആൻസറും കൂടെ കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ആൻസറും കൂടെ കണ്ടുപിടിച്ച് വയ്ക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു സെക്ഷനിലുള്ള എല്ലാ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 4ൽ 4 ക്വസ്റ്റ്യൻസും നമ്മൾ ഇതുപോലെ കണ്ടുപിടിച്ചു. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോയിൻ്റ് വരുമ്പോൾ, ഡിവിഷൻ വരുമ്പോൾ ഒക്കെ നമ്മൾ സ്റ്റെപ്പുകൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, ഇപ്പോൾ പോയിൻ്റ് ഡെസിമൽ വരുമ്പോഴും അതുപോലെ ഈ പറഞ്ഞ പോലെ ഡിവിഷൻസ് ഫ്രാക്ഷൻസ് ഒക്കെ വരില്ലേ. അപ്പോൾ നമ്മൾ ഈ ഇതിൽ ഫ്രാക്ഷനാണ് വന്നത്, ഇതിൽ ഡെസിമലായിട്ടാണ് വന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യാം. കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റെപ്പിൽ എവിടെയെങ്കിലും തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് പഠിക്കാം. അപ്പോൾ കുറേ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ശരിയായിക്കോളും. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് പഠിക്കുന്നു വിചാരിക്കണം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.